നാട്ടുകാരുടെ പരാതി പോലും കാണാതെ അധികൃതർ. നിലമ്പൂരിൽ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മുൻ MLA PV അൻവറിനും ഈ പ്രശ്നം അറിയാമായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഇതിൽ ഒരു രാഷ്ട്രീയ വിവാദം ഉൾക്കൊള്ളിച്ചാണ് ഇരുപക്ഷവും രംഗത്തെത്തിയിട്ടുള്ളത്. വനം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം വീണ്ടും ചൊരിച്ചിലും ചൊടിപ്പിലും ഉണ്ടാക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ. ഇതിനെപ്പറ്റിയിട്ട് നമ്മൾ ഒരുപാട് വട്ടം അൻവറാക്ക വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ട്, അതാരും പരിഹരിച്ചിട്ടില്ല അല്ലേ? അതായത് കൃഷി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി വെച്ച പന്നിക്കണിയല്ല. കൃഷി നശിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ ഒരു കവറിങ്ങിൽ, ഫുൾ കവറിങ്ങിലേ ചെയ്യുള്ളൂ. ഒരു ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് എൻ്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടി ഞാൻ കവർ ചെയ്തേ വെക്കുള്ളൂ മൊത്തമായിട്ട്. അല്ലാതെ ഈ ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് മോളിക്ക് വരുമ്പോൾ അറിയാം. കൃഷി ചെയ്യുന്നിടത്ത് മാത്രം ക്രമീകരിച്ച് വെക്കുള്ളൂ. കൃഷി ചെയ്യുന്നവർ നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പോൾ വാഴക്കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാക്കാൻ ഫുൾ 4 ഭാഗം കവർ ചെയ്യും. 4 ഭാഗത്തോടെ കയറരുതല്ലോ, 4 ഭാഗം കവർ ചെയ്തു. ഇത് നിങ്ങൾക്ക് ആർക്കും നോക്കി അറിയാൻ പറ്റും. ഇത് ഇത്ര മാത്രം, ഇത് കറണ്ട് ഇട്ട് കണക്ക്. ഇത് ബിസിനസ്സിനായിട്ട് പന്നീനെ പിടിച്ച് ഇറച്ചി വെക്കുന്ന ടീമിൻ്റെ പരിപാടിയാണിത്. ഇത് സ്ഥിരമായി നടക്കുന്ന പരിപാടിയായിട്ട് നടക്കുന്നത്. നിങ്ങൾ നേരത്തെ തന്നെ നാട്ടുകാർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ല, അവരെ തെറ്റാണത്. 3 പേര് പെടയാണ് ഇവിടെ. അതിലൊരാള് വായന്ന് നൊരയും പതിയൊക്കെ വന്നു തുടങ്ങിയാണ്. ആ ടൈമിലാണ് ആ കോല് ഉപയോഗിച്ച് പൊന്തിച്ചപ്പോൾ ഒരാളെ കാല് കിട്ടിയത്. ആ കാല് വലിച്ചിടുക ചെയ്ത് നേരെ കണ്ട്. അയാളെയും കൊണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പത്തിന് മൂപ്പര മകണ്ട്, ബാബു കാക്കാൻ്റെ മകണ്ട്. മൂപ്പരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും അവൻ ഫീസ് ഊരിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങുന്ന ആൾക്കാരൊക്കെ അടിച്ചു വീഴുള്ളൂ. കറണ്ടല്ല, ഡയറക്റ്റ് കറണ്ടാണ് വരുന്നത്, ഇൻവേർട്ടർ അല്ല. ആ സമയത്താണ് പ്രശ്നമായത്. അതായത് ഇപ്പൊ 5 പേരാണ് ഒരുമിച്ച് വീണിച്ചാൽ 5 പേരും ഇവിടെ പിറ്റേ ദിവസം വരെ ഇവിടെ കിടക്കും. അവരെന്നെ മരിക്കും, എല്ലാവരും മരിക്കും. ആദ്യം എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ പറഞ്ഞാണ്, എൻ്റെ കൂട്ടുകാരനാണ് മനീഷ് പറഞ്ഞത്, ഈ ഏറ്റവും വലിയ ആള്, അവനാണ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത്. 5 പേരുണ്ടായിരുന്നു. 5 പേരിൽ 3 പേർക്കാണ് ഷോക്ക് അടിച്ചത്. അതിൽ 2 പേര്, ഒരാള് ഇവിടെയും ഒരാള് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നു. അത് ഓപ്പോസിറ്റ് വരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു കരിമ്പിൻ്റെ കൂട്ടൊക്കെ കണ്ടുകൊണ്ട് ഇതിലെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കോരിയിരുന്നു. ഇവിടെ പിടിക്കുന്നു മീൻ. ഇവിടെ ഇറങ്ങിയ പാട് ആ പൊന്തേൻ്റെ സൈഡിൽ നിന്ന് കറണ്ട് അടിച്ച് വീഴുകയാണ് 3 പേര്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കറണ്ട് അടിച്ച് വീഴുമായിരുന്നു. പന്നീനെ പിടിക്കാൻ നിങ്ങൾക്ക് ചേട്ടാ കണ്ടറിയില്ല ചേട്ടാ, നിങ്ങൾ നോക്കി, നിങ്ങൾക്ക് കണ്ടറിയില്ലേ പന്നീനെ പിടിക്കാൻ വെച്ചാണെന്നുള്ളത്? അല്ല, പന്നീനെ ഇവിടെ ആരും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പന്നീനെ പിടിക്കാനായിട്ട് വെച്ചതാ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ആളുകളുള്ള പ്രദേശമാണല്ലോ, അപ്പം ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇത്രയും നാള്? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നല്ല, ഇതിന്റെ മുന്നേ ഇതിനെ പറ്റി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. AOന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റ്. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ട് ആ കംപ്ലൈന്റ് എടുത്തിട്ടില്ല. ഇതിന് മുന്നേ ഇവിടെ കറണ്ട് ഇടുന്നത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ആ കംപ്ലൈന്റ് അവർ എടുത്തിട്ടില്ല. KCBയിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. 7 മാസം മുന്നേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെ നടക്കേണ്ടത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പന്നി ബിസിനസിന് വേണ്ടി നടക്കുന്നതാ, പന്നി ഇറച്ചി ബിസിനസിന് വേണ്ടി നടക്കുന്നതാ. എല്ലാവരും അത് പോലീസ് അറസ്റ്റ് ചെയ്യും. പോലീസ് സൂചന കിട്ടിയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ അറസ്റ്റ് ചെയ്യായിരിക്കും. എൻ്റെ വീടിൻ്റെ നേരെ മുകളിലത്തൊരു 5 പിള്ളേർ അവരിവിടെ കളി കഴിഞ്ഞിട്ട് മീൻ പിടിക്കാൻ വന്നതാണ്. ആ മീൻ പിടിക്കാൻ വന്ന് അവരിവിടെ മീൻ പിടിക്കുന്ന ടൈമിൽ കറണ്ട് അടിച്ചു ഇവിടെ കിടക്കണേൽ ഒരാൾ ഇക്കരയും ഒരാൾ അക്കരയെന്നു. അക്കരെയുള്ള ആൾ എൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു വന്നു. എൻ്റെ വീട്ടിൽ പാഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനും ഞാൻ എല്ലാവരും ഉണ്ട്, ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ എല്ലാവരും വെള്ളത്തിൽ കറണ്ട് അടിച്ച് കിടക്കുക, എന്തെങ്കിലും ചെയ്യണം പറഞ്ഞു. വന്ന് നോക്കിയപ്പോൾ 3 ആൾ ഇവിടെ വെള്ളത്തിൽ കിടക്കുക, ഒന്നും ചെയ്യാല്ല. ഒരാളെ കാല് മാത്രം കുറച്ച് മേപ്പെട്ടുണ്ട്. അതിൽ ആ കോലുകൊണ്ട് പൊക്കിയോനെ വലിച്ചിട്ടു. മറ്റാൾ നോക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, കറണ്ടാണ്. ആരിറങ്ങിയാലും ആർക്കും അതിനെല്ലാം അടിക്കും, കറണ്ടാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, ഫീസ് ഊരി ബാക്കിയുള്ളവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ബാക്കിയുള്ള എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ആരാണ് ഇതിൻ്റെ പിന്നിൽ വെച്ചാൽ അവരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്ത ആൾക്കാരെ ഇന്ന ആളാണെന്ന് പറയണം.